തർക്കത്തിനൊടുവിൽ കെ സുധാകരന് മുന്നിൽ വഴങ്ങി AICC നേതൃത്വം. ആദ്യം പരിഗണിച്ച ആന്റോ ആന്റണി തെറിച്ചു. പകരം സുധാകരന് കൂടി സ്വീകാര്യനായ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കി. അടൂർ പ്രകാശിനെ UDF കൺവീനറായും AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരുമായും നിയമിച്ചു. സുധാകരനോട് പാർട്ടി പ്രവർത്തകർക്ക് സ്നേഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായ ആ പ്രവർത്തനം, പക്ഷേ സുധാകരനെ നമ്മൾ മാറ്റിയല്ല, സുധാകരനെ എലിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നിലപാടിൽ ഉറച്ചുനിന്ന സുധാകരന് മുന്നിൽ അവസാനം AICC നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നു. ആദ്യം പരിഗണിച്ച ആന്റോ ആന്റണി തെറിച്ചു. പകരം സുധാകരനു കൂടി സ്വീകാര്യനായ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കി. ഞങ്ങളുടെ ഏറ്റവും സുപ്രീം ലീഡേഴ്സ് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുമായിട്ടും പുനഃസംഘടനയ്ക്ക് മുമ്പ് അങ്ങനെ ചെയ്യാത്തതാണ്. രാഷ്ട്രീയ വിനിമയം നടത്തിയിട്ടാണ്. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. പൊതുവികാരം അറിയണം. ആ പൊതുവികാരം അറിയണം എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അടുത്തത്. അതിനുശേഷമാണ് ഈ സംബന്ധിച്ച ചർച്ചക്കായിട്ട് ഇരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രസിഡന്റുമാരെ അവിടെ പ്രഖ്യാപിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും, മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു പോയി പ്രസിഡന്റുമാരെ, ഇന്നയാൾ വരും ഇന്നയാൾ വരും. ഒരു സമുദായ നേതാവിൻ്റെയും റെക്കമെൻഡേഷൻ ഞങ്ങളെടുത്ത് വന്നിട്ടില്ല. പലരും പറയുന്നുണ്ട്, ചിലർ നിർദ്ദേശിച്ചു. ഇവരെല്ലാം സംഘടനാപരമായിട്ട് കഴിവുള്ള നേതാക്കന്മാർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സണ്ണി 6 വർഷക്കാലം കണ്ണൂർ പോലെയുള്ള ജില്ലയിൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. അതും സുധാകരന് ശേഷം. കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി. അടൂർ പ്രകാശിനെ UDF കൺവീനറായും AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരായും നിയമിച്ചു. അതേസമയം ആന്റോ ആന്റണിയെ പ്രവർത്തക സമിതിയിലേക്ക് പരിഗണിച്ചെങ്കിലും അധ്യക്ഷസ്ഥാനം ലഭിക്കാതിരുന്നതിലുള്ള കടുത്ത അതൃപ്തിയെ തുടർന്ന് ഈ ക്ഷണം ആന്റോ ആന്റണി നിരസിച്ചുവെന്നാണ് വിവരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.